ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ഡിസ്കഷൻ. +1 പൊളിറ്റിക്കൽ സയൻസിലെ 3ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളാണ്, ഷുവർ ക്വസ്റ്റ്യൻസാണ്. എലക്ഷൻ ആൻഡ് റെപ്രസെൻറ്റേഷനാണ് 3ാമത്തെ ചാപ്റ്റർ, തിരഞ്ഞെടുപ്പും പ്രാതിനിധ്യവും. അപ്പോൾ ഇതിലെ വേർഡ് ക്വസ്റ്റ്യൻസ് ആദ്യം പരിചയപ്പെടാം. ഇന്ത്യയിലെ ലോക്സഭ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ഏത് വ്യവസ്ഥ പ്രകാരമാണ്? ഫസ്റ്റ് ദ പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം അഥവാ കേവല ഭൂരിപക്ഷ സമ്പ്രദായം പ്രകാരമാണ് ഇന്ത്യയിലെ ലോക്സഭ അതുപോലെ തന്നെ നിയമസഭ യിലേക്കൊക്കെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ഏത് വ്യവസ്ഥ പ്രകാരമാണ്? പ്രൊപ്പറേഷണൽ റെപ്രസെൻറ്റേഷനാണ് അഥവാ ആനുപാതിക പ്രാതിനിധ്യമാണ്. ഇനി രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? നമ്മൾ തിരഞ്ഞെടുത്തയച്ച എം എൽ എമാരാണ്. മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് MLAമാരാണ് രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ദെൻ മണ്ഡലങ്ങളുടെ സംവരണം സംബന്ധിച്ച് തീരുമാനമെടുക്കുന്ന കമ്മീഷനാണ് അതിർത്തി നിർണയ കമ്മീഷൻ അഥവാ ഡീലിമിറ്റേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നത്. ഇനി നമുക്ക് 6 മാർക്ക് 5 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നോക്കാം. കേവല ഭൂരിപക്ഷ വ്യവസ്ഥയും അതുപോലെ തന്നെ ആനുപാതിക പ്രാതിനിധ്യവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഇത് പ്രതീക്ഷിക്കുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യനാണ്. എന്താണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ അതുപോലെ തന്നെ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്തെല്ലാം എന്നുള്ളത് ചോദ്യം വരുന്നതാണ്. അപ്പോൾ ആദ്യം FTP അഥവാ ഫസ്റ്റ് ദ പോസ്റ്റ് ദ പാസ്റ്റ് സിസ്റ്റം എന്താണ് എന്നുള്ളത് നോക്കാം. ഓക്കെ, ഈ വ്യവസ്ഥ പ്രകാരം കേവല ഭൂരിപക്ഷ വ്യവസ്ഥ പ്രകാരം രാജ്യത്തെ അനേകം നിയോജക മണ്ഡലങ്ങളായി അഥവാ ജില്ലകളായി മണ്ഡലങ്ങളായി വിഭജിക്കും. ഓരോ നിയോജക മണ്ഡലവും ഓരോ പ്രതിനിധിയാണ് തിരഞ്ഞെടുക്കുന്നത്. സമുദായികർ വോട്ട് ചെയ്യുന്നത് സ്ഥാനാർത്ഥിക്കാണ്. ഒരു കക്ഷിക്ക് അതിന് കിട്ടിയ വോട്ടിൻ്റെ വിഹിതത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ നിയമസഭയിൽ ലഭിച്ചു എന്ന് വരാം. അപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആളാണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിൽ തിരഞ്ഞെടുക്കപ്പെടുന്നത്. എന്നാൽ ആനുപാതിക പ്രാതിനിധ്യം അതായത് പ്രൊപ്പറേഷണൽ റെപ്രസെൻറ്റേറ്റീവ് സിസ്റ്റം PR സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജ്യത്തെ മുഴുവൻ ഏക നിയോജക മണ്ഡല ആയിട്ട് ആണ് കണക്കാക്കുന്നത്. ഒരു രാജ്യത്തെ ഒറ്റ നിയോജക മണ്ഡലമായിട്ടാണ് കണക്കാക്കുന്നത്. ഒരു നിയോജക മണ്ഡലത്തിൽ നിന്നും ഒന്നിലധികം പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു. സമുദായകർ വോട്ട് ചെയ്യുന്നത് രാഷ്ട്രീയ കക്ഷിക്കോ അല്ലെങ്കിൽ പാർട്ടിക്കോ ആണ്, അല്ലാതെ വ്യക്തികൾക്കല്ല. ഓരോ കക്ഷിക്കും അതിന് കിട്ടിയ വോട്ടുകളുടെ ശതമാനത്തിന് ആനുപാതികമായി നിയമനിർമ്മാണ സഭയിൽ സീറ്റ് ലഭിക്കുന്ന വ്യവസ്ഥയാണ് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ എന്നുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ എന്തുകൊണ്ട് FPTP അഥവാ ഫസ്റ്റ് ദ പോസ്റ്റ് ദ പാസ്റ്റ് സിസ്റ്റം ഇന്ത്യയിൽ നടപ്പിലാക്കി എന്നുള്ളതിനുള്ള ചോദ്യം വരുന്നാൽ ഇത് വളരെ ലളിതമായിട്ടുള്ളൊരു സമ്പ്രദായമാണ്. കേവല ഭൂരിപക്ഷ വ്യവസ്ഥ എന്നുള്ളത് വളരെ ലളിതമായിട്ടുള്ളൊരു വ്യവസ്ഥയാണ്. ഇന്ത്യയെപ്പോലെയുള്ള വിസ്തൃത രാജ്യത്ത് ഈ FPTP ആണ് ഏറ്റവും അനുയോജ്യം. അതുപോലെ തന്നെ കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിൽ ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാം, പാർട്ടിക്കല്ല വോട്ട് ചെയ്യുന്നത്. ഈ സമ്പ്രദായം അനുസരിച്ച് സ്ഥാനാർത്ഥികൾ കൂടുതൽ ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ടാണ് ഇന്ത്യ പോലുള്ള വിസ്തൃത ജനാധിപത്യ രാജ്യത്ത് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ അല്ലെങ്കിൽ ഫസ്റ്റ് ദ പോസ്റ്റ് ദ പാസ്റ്റ് സിസ്റ്റത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ രീതിയിൽ ഒരു 6 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകൾ. എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകൾ? ഇവരുടെ ചുമതലയിൽ പ്രധാനപ്പെട്ടതാണ് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, MP മാർ, MLAമാർ എന്നിവരെ തിരഞ്ഞെടുക്കുക. പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുണ്ട്. അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് അഥവാ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, അതുപോലെ തന്നെ നഗരസഭ, അതുപോലെ തന്നെ കോർപ്പറേഷൻ എന്നിവയിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. പക്ഷേ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന തിരഞ്ഞെടുപ്പുകൾ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുക, ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുക, MP മാരെ തിരഞ്ഞെടുക്കുക, MLAമാരെ തിരഞ്ഞെടുക്കുക, അതുപോലെ തന്നെ വോട്ടർ പട്ടിക തയ്യാറാക്കുക, തിരഞ്ഞെടുപ്പ് തീയതികൾ നിശ്ചയിക്കുക, തിരഞ്ഞെടുപ്പ് പട്ടിക തയ്യാറാക്കുക, അതുപോലെ തന്നെ സ്വതന്ത്രം നീതിപൂർവമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളതാണ്. ഇനി എലക്ഷൻ റിഫോംസ് ചോദിക്കാറുണ്ട്. ഇന്ത്യയിൽ നടത്തേണ്ട എലക്ഷൻ റിഫോംസ് എന്തൊക്കെയാണെന്നുള്ളത്. ഒന്നാമത് ധനശക്തി, പണത്തിൻ്റെ ഒഴുക്ക്, അതുപോലെ തന്നെ മസിൽ പവർ തടയുന്നതിന് തിരഞ്ഞെടുപ്പ് ചെലവ് രാഷ്ട്രം വഹിക്കണം. തിരഞ്ഞെടുപ്പിന് ചെലവിന് പരിധി നിശ്ചയിക്കണം. കുറ്റവാളികളെ സ്ഥാനാർത്ഥിയാക്കരുത്. അക്രമ പ്രവർത്തനങ്ങൾ അടിച്ചമർത്തണം. രാഷ്ട്രീയ പാർട്ടികളെ നിയന്ത്രിക്കുന്നതിന്
അല്ലേ? അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് സെക്യുലർ വാല്യൂസ് ഷുഡ് ബി ഇൻക്ലൂഡഡ് പൊളിറ്റിക്കൽ പാർട്ടി. ജനാധിപത്യ പാർട്ടികൾ അവരുടെ നയത്തിൽ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള സെക്യുലർ ആയിട്ടുള്ള നയം ഉൾപ്പെടുത്തുക. രജിസ്ട്രേഷൻ മസ്റ്റ് ബി മെയ്ഡ് ദ കമ്പൽസറി ഫോർ ദ പൊളിറ്റിക്കൽ പാർട്ടി രജിസ്ട്രേഷൻ നിർബന്ധമാക്കണം. ഓഫീസ് ബിയേഴ്സ് ദ പൊളിറ്റിക്കൽ പാർട്ടി ഷുഡ് ബി എലക്റ്റഡ് പീരിയോഡിക്കലി. അതിൻ്റെ കൃത്യമായിട്ടുള്ള ഭരണാധികാരികൾ, അതായത് പൊളിറ്റിക്കൽ പാർട്ടീൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരെ പീരിയോഡിക്കലായിട്ട് തിരഞ്ഞെടുക്കപ്പെടണം എന്നുള്ളതാണ്. സ്ത്രീ പ്രാതിനിധ്യത്തിന് പറയപ്പെടുന്നത് ആവശ്യമായിട്ടുള്ള സ്ത്രീ സംവരണം. ഇപ്പോഴും ലോക്കൽ സെൽഫ് ഗവൺമെൻറ് പഞ്ചായത്തുകളിലേക്ക് മാത്രമാണ് 50% സ്ത്രീകൾക്ക് സംവരണമുള്ളത്. അപ്പോൾ ആവശ്യമായിട്ടുള്ള സ്ത്രീ സംവരണം ഏർപ്പെടുത്തണം. പാർട്ടികൾക്ക് ഭാരവാഹിത്വം സ്ത്രീകൾക്ക് നൽകണം. പൊതു പ്രവർത്തനങ്ങളിൽ സ്ത്രീകൾക്ക് കൂടുതൽ പങ്കാളിത്തം വേണം. രാഷ്ട്രീയ പാർട്ടികൾ വനിതാ സ്ഥാനാർത്ഥികൾക്ക് പ്രാധാന്യം നൽകണമെന്നുള്ള സംവിധാനം പരിഷ്കരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അംഗസംഖ്യ വർദ്ധിക്കണം. ഇപ്പോൾ 3 പേരാണ് ഉള്ളത്. അതുപോലെ തന്നെ ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാക്കണം. വോട്ടർ പട്ടിക പുതുക്കി പൂർണ്ണമാക്കണം. അതുപോലെ തന്നെ സമ്മതകം നിർബന്ധമാക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഈ പാഠത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.